ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് അല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ എഫ്സിക്കെതിരെയാണ്. ജനുവരി 13-നാണ് മത്സരം നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമായൊരു മത്സരം കൂടിയാണ്. പഞ്ചാബിനെതിരായുള്ള വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ. പക്ഷേ ഇനിയും പോയിന്റുകൾ സ്വന്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ്സിക്കെതിരെ വിജയം അനിവാര്യമാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തനമായിട്ടുള്ള മാർക്കസ് മുർഗുല ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ പഞ്ചാബിനെതിരായുള്ള മത്സരത്തിൽ കളിക്കാൻ സാധിക്കാതിരുന്ന ജീസസ് ജിമിനസ് തിരിച്ചെത്താൻ പോവുകയാണ്. ജിമിനസ് അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് മാർക്കസ് മുർഗുല നൽകിയിട്ടുള്ള അപ്ഡേറ്റ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ കൊണ്ടുവരാനുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡീഗോ സുവലിച്ച് എന്ന ഒരു ക്രൊയേഷ്യൻ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിന് മറ്റൊരു പ്രൈം ടാർഗറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ ഡീൽ നടന്നില്ല. അത്യാവശ്യം ഡീസന്റ് താരമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും മറ്റു താരങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡ് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അലക്സാണ്ടർ കോവൈഫ് ടീം വിടാനുള്ള സാധ്യതയാണ്. അങ്ങനെയുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ റൂമർ കൂടി കുറച്ചുകൂടി ശക്തമാകുകയാണ്. വൈഫിന് പകരമായിട്ടായിരിക്കും ഒരു പക്ഷേ താരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഉണ്ടോ തന്നെ മറ്റ് താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ ലിസ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലനമായി എത്തിയേക്കുന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. ലൊബേറയോടൊപ്പം അഹമ്മദ് ജാവു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയുള്ള റൂമറുകളൊക്കെ അപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ലൊബേർ എത്തുകയാണെങ്കിൽ വേറെ ഓപ്ഷനുകൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ജാവു ഒപ്പം ഉണ്ടാവും. ലൊബേറുടെ കാര്യം പറയുന്നത് ഒരു റൂമറുകൾ മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ലൊബേറെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് മുമ്പ് പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും അവസാനമായിട്ട് മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒരു സമയമെടുത്താണ് കോച്ചിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.